ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മക്കളെ, നമുക്ക് ഇന്ന് ഭഗവത്ഗീത ആണ് അല്പം വായിക്കേണ്ടുന്നത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഭഗവാന്റെ കൃപയുണ്ടാകണം. ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ കണ്ണൻ്റെ 2-3 വരി, കാരണം ഭഗവാന്റെ നമ്മുടെ ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടികളും ഭഗവാന്റെ മായാ സ്വരൂപങ്ങളാണ്. നമ്മളെല്ലാവരും വിഷ്ണു മായയിൽ ഉള്ളവരാണ്. അതുകൊണ്ടാണ് നമുക്ക് രൂപം ഉണ്ടായത്. എല്ലാം ഭഗവാൻ പരമാത്മാവ് തന്നെയാണ്. എന്നാൽ ഈ കാണുന്നതെല്ലാം അജ്ഞാനമാണ്, ഈ പ്രപഞ്ചം. അതുകൊണ്ടാണ് നമുക്ക് രൂപമുണ്ടായത്. എന്നാൽ അതിൽ നിന്നെല്ലാം മുക്തി നേടുന്നത് എങ്ങനെയാ? അറിവ് വർദ്ധിക്കുമ്പോഴാണ്. അറിവുണ്ടാകുമ്പോൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം വിരമിച്ചിട്ട് വിദ്യ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അറിവാണ് ഈശ്വരൻ. അപ്പോൾ നമ്മൾ എന്താകും? അരൂപിയായിരിക്കുന്ന ആ പരമാത്മാവിൽ ലയിക്കും വിദ്യ കൊണ്ട്. അതുവരെ വിദ്യ കിട്ടുന്നവരെ നമ്മൾ ഈ രൂപമാണ്, ഈ പ്രപഞ്ചത്തിലെ രൂപം ഭഗവാന്റെ തന്നെ മായയാണ്. അതാണ് ഭഗവാന് പോലും അവതാരം എടുത്തപ്പോൾ രൂപമുണ്ടായത്. ഭഗവാൻ കൃഷ്ണനും ശ്രീരാമനെല്ലാം പരമാത്മാവാണെങ്കിൽ പോലും ഇവിടെ ജനനമെടുത്തതുകൊണ്ട്, അവതരിച്ചതുകൊണ്ട് രൂപമുണ്ടായി. നമ്മളെല്ലാവരും അതിൻ്റെ ഓരോ അംശരൂപങ്ങളാണ്. അപ്പം നമുക്ക് കാണാതെല്ലാം ഭഗവാന്റെ മായയാണെന്നുള്ള ആ നാമമാണല്ലോ കണ്ണാൽ കാണുമ്പോൾ. ഒരു പണ്ട് കേട്ടിട്ടുള്ള ഒരു സിനിമാ ഗാനമാണെങ്കിലും നല്ല അർത്ഥമുള്ള, നല്ല ജ്ഞാനികളാരോ എഴുതിയ നാമം. ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. സിനിമയിൽ അങ്ങോട്ടുള്ളതാന്ന് തോന്നുന്നു. ഞാൻ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളതായത്. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. കണ്ണൻ്റെ മായിക, അത് അമ്മ മഹാമായ. നമ്മളെല്ലാവരും പ്രകൃതിയാണ്, അമ്മയുടെ അംശമാണ്, ആ മായയാണ്. അതുകൊണ്ടാണ് നമുക്ക് രൂപമുണ്ടായത്. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. കാളി നീന്തി കേറി കാളിതൻ ഭണത്തിലേറി, ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ. ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. പുള്ളിലും പുഴുവിലും പൂജാമുറിയിലും, പുള്ളിലും പുഴുവിലും പൂജാമുറിയിലും, കുടിലിലും മേടയിലും കുടികൊള്ളൂ കൃഷ്ണരൂപം. പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും, കുടിലിലും മേടയിലും കുടികൊള്ളൂ കൃഷ്ണരൂപം. അഖിലവേദ പൊരുളും ആനന്ദ കാതലും, അഖിലവേദ പൊരുളും ആനന്ദ കാതലും, മൂലകിൽ നാഥനും മുരഹര നീയല്ലോ. അഖിലവേദ പൊരുളും ആനന്ദ കാതലും, മൂലകിൽ നാഥനും മുരഹര നീയല്ലോ. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. മൂലകിൽ നാഥനും മുരഹര നീയല്ലോ. അതായത് ഭഗവാൻ കാതലാണ്, ആനന്ദക്കാതലാണ്. ആ പരമാത്മാവിൽ നമ്മൾ ലയിക്കുമ്പോഴാണ് ആ ആനന്ദക്കാതൽ. എത്ര അറിവുള്ളൊരു മഹാനാണ് ഇത്! ആരായാലും ഈ പാട്ട് എഴുതിയത്. ആ കാതൽ നമ്മുടെ ഉള്ളിൽ ആനന്ദപ്രവാഹം, അതായത് അത്രമാത്രം ലഹരി പിടിപ്പിക്കുന്നതാണ് ഈശ്വരൻ. അതൊരു കാതൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഭഗവാനെ അത്രത്തോളം സ്നേഹിച്ചും ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചും നമ്മൾ ആനന്ദം അനുഭവിക്കണം. നമ്മൾ ഇവിടെ മായ കൊണ്ട് ദേഹമെടുത്തേക്കുന്നു. ആ മായയിൽ തന്നെ അറിയാതെ അജ്ഞാനപ്പെട്ട് കിടന്നു പോകാതെ ആത്മസ്വരൂപത്തെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ ആനന്ദം അനുഭവിക്കണം. അപ്പോൾ ഈ മായയിൽ നിന്നുള്ള നമുക്ക് മുക്തിയാകാം. അതാണ് നമ്മൾ ഭഗവത്ഗീത പോലും വായിക്കുന്നത്. അതാണ് കാരണം. ഇവിടെ നമ്മൾ 29ാമത്തെ ശ്ലോകത്തിൽ വായിച്ചത് എന്താ?
ഒരുവൻ ഈ ആത്മാവിനെ, ഈ പരമാത്മാവിനെ ഒരു ആശ്ചര്യ വസ്തുവെ പോലെ കാണുന്നു. ഒരുത്തൻ എന്തോ അവർക്ക് എന്താ വയ്യാത്തത്, ഒരു ആശ്ചര്യ വസ്തുവെ പോലെ അവർക്ക് കാണുന്നു, അറിയുന്നില്ല. അപ്രകാരം തന്നെ മറ്റൊരുവൻ ഈ ആത്മാവിനെ പറ്റി ഒരു ആശ്ചര്യ വസ്തുവെ പോലെ പറയുന്നു. എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാണോ പറയുന്നതും കാണുന്നതും? അതുപോലെ തന്നെ വേറൊരുവൻ ഇതിനെ ഒരു ആശ്ചര്യ വസ്തു എന്ന പോലെ കേൾക്കുന്നു. അതും എന്തോ കേൾക്കുന്നു, വല്ലതും മനസ്സിലാക്കിയിട്ടാണോ ഇതൊക്കെ പറയുക, കേൾക്കുക, കാണുക ചെയ്യുന്നത്? അതുകൊണ്ട് കേട്ടാലും കണ്ടാലും പറഞ്ഞാലും ആരും തന്നെ ആത്മാവിനെ സൂക്ഷ്മമായി അറിയുന്നില്ല. വാസ്തവം അതാണ്. യഥാർത്ഥത്തെ അറിയുന്നില്ല. എന്തോ കണ്ട് കാണുന്നെന്നോ കേൾക്കുന്നെന്നോ ഒക്കെ പറയുന്നു. ചിലർ പറയുന്നു ആശ്ചര്യമായിട്ട്, ചിലർ കേൾക്കുന്നു ആശ്ചര്യമായിട്ട്, ചിലർ ആശ്ചര്യമായിട്ട് കാണുന്നു, എന്തൊക്കെയോ പറയുന്നു. വല്ലതും അറിഞ്ഞിട്ടാണോ? ഇല്ല. അങ്ങനെ അറിഞ്ഞെങ്കിൽ അത് പറയുമോ? ആത്മാവിന് ആനന്ദമാണെന്നും അത് അത്രമാത്രം ലഹരിയാണെന്നും അത്ര എന്താ അതിന് പറയുന്ന ഒരു നിർവൃതിയാണ്, അത് പരമാനന്ദമാണ്, അറിഞ്ഞവരങ്ങനെയല്ലേ പറയത്തുള്ളൂ. ഇവിടെ വേറൊരുവൻ ഒരു ആശ്ചര്യ വസ്തു പോലെ കേൾക്കുന്നു, ഒരുത്തൻ അങ്ങനെ കാണുന്നു, ഒരുത്തൻ പറയുന്നു. യഥാർത്ഥത്തിൽ ആത്മാവിനെ ആരും തന്നെ സൂക്ഷ്മമായി അറിയുന്നതുമില്ല. നമ്മൾ അല്പം അറിഞ്ഞ നമ്മുടെ ഒരു അല്പമാണ് അതിൻ്റെ ഒരു ആനന്ദ നിർവൃതി എടുക്കുന്നത്. എന്നാൽ യഥാർത്ഥമായി അറിയാൻ പറ്റുമോ? ആർക്കും ഭഗവാനെ അതുപോലൊരു പരമാത്മാവ് വേറെ ഉണ്ടെങ്കിലേ ഈ ആത്മാവിനെ അറിയാൻ പറ്റൂ. നമുക്കാർക്കും യഥാർത്ഥം അറിയാൻ പറ്റുകയില്ല. എന്നാൽ നമ്മൾ അല്പം എന്താ അനുഭവിക്കുന്ന ഒരു രുചി എന്താണ്, അത് ആനന്ദമാണെന്ന് മാത്രം അറിയാം. അല്പാനന്ദം അനുഭവിക്കുന്നു. അല്പമാണോ? അത്രത്തോളം നമ്മൾ ലഹരി പിടിക്കുന്നു, അത്ര സന്തോഷത്തിൽ നമ്മൾ ആറാടുന്നു, ബ്രഹ്മാനന്ദാനുഭൂതി അനുഭവിക്കുന്നു, അത് രുചിച്ചറിയുന്നു. അമൃതാനന്ദം അത്രമാത്രം അമൃതാനന്ദ ആണെന്ന ആ ഒരു ലഹരിയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് 30-ാമത്തെ ശ്ലോകം വായിക്കാം. ദേഹി നിത്യമധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാൽ സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. അല്ലയോ അർജുന, ഇത് 2-ാമത്തെ അധ്യായം സാഖ്യയോഗത്തിൻ്റെ 30-ാമത്തെ ശ്ലോകമാണ് വായിക്കുന്നത്. അല്ലയോ, ഭഗവാൻ പറയുന്നു, അർജുന, എല്ലാവരുടെയും ദേഹത്തിലിരിക്കുന്ന ആത്മാവ് ഒരിക്കലും വധിക്കപ്പെടത്തക്കതല്ല. അപ്പോൾ സർവ്വ ജീവജാലങ്ങളിലും സർവത്തിലും ലോകം മൊത്തവും ത്രിലോകത്തിലും നിറഞ്ഞിരിക്കുന്ന ആത്മാവ് തന്നെയാണ് അർജുനനിലും നമ്മളിലും എല്ലാ ജീവജാലങ്ങളിലും ദുര്യോധന ശത്രുപക്ഷത്തിലുള്ളവർ എല്ലാവരിലും അത് തന്നെയാണ്. ആ ആത്മാവിനെ ഒരിക്കലും ആർക്കും ഒന്നും ചെയ്യാൻ വധിക്കപ്പെടത്തക്കതല്ല. ആരും അതിനെ കൊല്ലത്തില്ല, വധിക്കത്തില്ല. അത് വധിക്കുന്നതല്ല, നശിക്കുന്നതല്ല, ആർക്കും നശിപ്പിക്കാൻ പറ്റത്തുമില്ല. അതിനാൽ യാതൊരു പ്രാണിയെ പറ്റിയെങ്കിലും നിനക്ക് വ്യസനിപ്പാൻ അവകാശമില്ല. ഒരു പ്രാണിയെപ്പറ്റിയും നിനക്ക് വ്യസനിക്കേണ്ട കാര്യമില്ല. ഇവിടെ ദുര്യോധനാദികളെന്നോ വേറൊരു ചെറുതായ ഒരു പ്രാണിയായാലും ദുര്യോധനനും മുത്തശ്ശനും ഗുരുക്കന്മാരും ഒക്കെ അദ്ദേഹത്തിന് മമത, യുദ്ധം ചെയ്തു പോയേനെ. കാരണം എന്താ, നോക്കിയപ്പം യുദ്ധത്തിനായിട്ട് ഇറങ്ങി വന്നപ്പോൾ നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്? മുത്തച്ഛനും ഗുരുക്കന്മാരും സഹോദരങ്ങളും എല്ലാവരുമാണ്. എങ്ങനെ ഞാൻ അവരോട് യുദ്ധം ചെയ്യും? അഥവാ അവർ ചത്തുപോയാലോ കൊല്ലപ്പെട്ടാലോ ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല മമത. നമുക്ക് ഒരു ധർമാത്മാവ് എപ്പോഴും ധർമ്മത്തിന് വേണ്ടി പോരാടണം. എത്ര ബന്ധവും സ്വന്തവും ഒക്കെ തന്നെയാണ്, പക്ഷേ ദുഷ്കർമ്മിയാണോ? ധർമ്മം പാലിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, അധർമ്മമാണ് ചെയ്തില്ലെങ്കിൽ. ദുഷ്ടന്മാരെ വകവരുത്താതെ അവരെ വളർത്തി വിട്ടാൽ ഈ ന്യായമായി ധർമ്മത്തെ രക്ഷിക്കുന്ന ഒരു അർജുനൻ എന്തു ചെയ്യുന്നോടെ അധർമ്മം പാലിക്കുന്നു. ഒരു ദുഷ്ടനെ കൊന്നാൽ ഒരുത്തനെ ദേഹമേ നശിക്കൂ. ആ ദുഷ്ടൻ മുഖാന്തരം രാജ്യം മൊത്തവും ജനങ്ങൾ മൊത്തവും നശിച്ചാൽ എത്രമാത്രം നഷ്ടം കാണും. അപ്പം ധർമ്മം ജയിച്ചാൽ എന്ത് വരും? ഒരുപാട് അനേകർ രക്ഷപ്പെടും. ഒരു ദുഷ്ടനെ കൊന്നാൽ ആ ദുഷ്ടൻ മുഖാന്തരം എത്രയോ പേര് നശിക്കാനിരിക്കുന്നു. അതാണ് ഇവിടെ ധർമ്മം നോക്കുക. കാരണം ഇവിടെ നമുക്ക് ഈ പട്ടാളക്കാരെ കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അന്യ രാജ്യക്കാരൻ നമ്മുടെ ഇന്ത്യ പോലുള്ള ഏത് രാജ്യമായാലും നുഴഞ്ഞു കയറി മൊത്തത്തിനെ നശിപ്പിച്ച് കൈക്കലാക്കണം എന്ന് കണ്ടാൽ നമ്മൾ അടങ്ങിയിരുന്നാൽ എന്ത് പറ്റും? ധർമ്മമല്ല. വരുന്ന ദുഷ്ടന്മാരെ നിഗ്രഹിച്ചാൽ പട്ടാളക്കാർക്ക് അവിടെ ജോലി കൊടുത്തിരുന്നത്. അവർ ദുഷ്കർമ്മമല്ല ചെയ്യുന്നത്, അത് ചെയ്യാതിരുന്നാലാണ് ദുഷ്കർമ്മം, പാപിയായി പോണത്. അവരുടെ ധർമ്മം എന്താണ്?
അധർമ്മികളെ നശിപ്പിക്കുക. അപ്പോൾ ദുഷ്ടരായിട്ട് വരുന്നവരെ കൊല്ലുക, യുദ്ധം ചെയ്ത് വെടിവെച്ച് കൊല്ലുക. അതൊരിക്കലും അധർമ്മമാകുന്നില്ല. കാരണം ഒരുപാട് കോടി കണക്കിന് ജനങ്ങളെ രക്ഷിക്കാനാണ് ഈ പട്ടാളക്കാരെ നിയമിച്ചേക്കുന്നത്. അപ്പോൾ അവർ ധർമ്മം പാലിക്കുക എന്ന് പറഞ്ഞാൽ അയ്യോ അത് എന്നെപ്പോലൊരു സഹോദരനല്ലയോ, അവരെ ഞാൻ എങ്ങനെ കൊല്ലും എന്ന് പറഞ്ഞിരുന്നാൽ ഈ രാജ്യം രക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്താൽ എന്താ പറയുന്നത്? അതിന് അധർമ്മം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ധർമ്മത്തെ നോക്കുവാണെങ്കിൽ അർജുനൻ ധർമ്മം ചെയ്യുക. എന്താ ധർമ്മം? അർജുനൻ്റെ ജോലി എന്താണ്? കർമ്മം. അദ്ദേഹത്തിന് പോലെ യുദ്ധമാണ് താനും. ക്ഷത്രിയർക്ക് അത്രമാത്രം വീരസ്യമുള്ള യോദ്ധാക്കളായതുകൊണ്ട് അവർക്കാണ് പറഞ്ഞേക്കുന്നത് ഈ കർമ്മം എന്താ? യുദ്ധം. അപ്പോൾ അവരാണത് ചെയ്യേണ്ടത്. അത്രത്തോളം ശക്തിമാന്മാരാണ് അവർ, വില്ലാളി വീരന്മാരാണ്. അപ്പം സാധാരണ ഇപ്പോൾ പട്ടാളത്തിൽ തന്നെ പോകണമെങ്കിൽ നല്ല കഴിവുള്ള ആൺകുട്ടികളെ അവിടെ എടുക്കത്തുള്ളൂ. കാരണം എന്താ? നന്നായി പോരാടണം. വെറുതെ ചെന്ന് തളർന്നു കുത്തിയിരുന്ന പോകുന്നവനും ചാവും, മറ്റുള്ള ജനങ്ങൾ ബാക്കി കിടക്കുന്ന ജനങ്ങളും ചാവും. അപ്പം നന്നായി പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചുണയുള്ള കുട്ടികളെ മാത്രമേ പട്ടാളത്തിലേക്ക് എടുക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താ കാരണം? ഇത് ധർമ്മം പാലിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നീ ധർമ്മം നോക്കിയതാണ് നിന്റെ കർമ്മം നീ ചെയ്യൂ. ഒരു പ്രാണിയെ പറ്റിയെങ്കിലും നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ആത്മാവ്, എല്ലാത്തിലും ഒരേ ആത്മാവ് തന്നെ, ആരും അതിനെ വധിക്കുന്നില്ല. ഒരു പ്രാണിയെപ്പോലെ ഓർത്ത് നീ വ്യസനിക്കുകയും വേണ്ട. കാരണം നമ്മൾ എന്താ വേണ്ട? ഒരു ജ്ഞാനി, ഒരു വിദ്വാനും അതായത് ഭക്തൻ ചെയ്യേണ്ട കർമ്മമാണ് ധർമ്മം. അത് സ്വന്തം മക്കളായാലും ദുഷ്കർമ്മം ചെയ്യുവാണെങ്കിൽ ആ ദുഷ്കർമ്മത്തെ നമ്മൾ ഹിംസിക്കുക തന്നെ ചെയ്യണം. അയ്യോ അതെൻ്റെ മകനാണ്, അതെനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് അവനെ ഒളിച്ചു നിർത്തിയിട്ട് അന്യ കുട്ടി ഒരു തെറ്റ് ചെയ്താൽ അതിനെ വേണമെങ്കിൽ കൊല്ലാം, അല്ലെങ്കിൽ അതിൻ്റെ തെറ്റിനെ പരിഹരിക്കാം. പക്ഷേ അത് ന്യായമല്ല, അത് ധർമ്മമല്ല. സ്വന്തം മക്കളായാലും അധർമ്മം കാട്ടിയാൽ മക്കളും അന്യ കുട്ടികളും എല്ലാം സമമായി ചിന്തിക്കുന്നതാണ് ഒരു ഭക്തൻ, ഒരു ജ്ഞാനി. ഭഗവാനുടെ ജ്ഞാനത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. നമുക്ക് ധർമ്മത്തെ രക്ഷിക്കാനും നമ്മൾ നന്നായി ഈശ്വരനിലേക്ക് അടുപ്പിക്കാനുള്ള കർമ്മങ്ങൾക്ക് വേണ്ടിയാണ് ഈശ്വരൻ ഇവിടെ അർജുനന് കൊടുക്കുന്ന ഉപദേശം. അത് നമ്മൾ പഠിക്കാനാണ്. നമ്മൾ എന്ത് പഠിക്കണം? അപ്പോൾ ധർമ്മത്തിന് വേണ്ടി. ഇപ്പോൾ ഒരു കുട്ടി തെറ്റുകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ പ്രസവിച്ച കുട്ടിയല്ല. പക്ഷെ ഒരു ജ്ഞാനി സ്വന്തം കുട്ടികളെ പോലെ ആയിരിക്കും ഒരു ഭക്തൻ, ഒരു ജ്ഞാനി, ഒരു വിദ്വാൻ. അന്യ കുട്ടിയും സ്വന്തം കുട്ടിയൊന്നും രണ്ടില്ല, അവർക്ക് ഇതൊന്നുമില്ല. ഞാനെന്ന നീ എന്നുള്ള അവസ്ഥ ഒരു ജ്ഞാനിക്ക്, ഒരു ഭക്തനില്ല. ആ കുട്ടിയുടെ തെറ്റ്, അത് എൻ്റെ അച്ഛനെ കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അച്ഛനെ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ വന്നാൽ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ അച്ഛൻ ഉടനെ തന്നെ ആ തെറ്റിനെ തിരുത്താറുണ്ട്. അങ്ങനെ എന്താ കാരണം? ആ തെറ്റിനെ തിരുത്താതിരുന്നാൽ പാപം. ഈശ്വരങ്ങളിലേക്ക് നമ്മൾ ഒരു സമയത്ത് ചെല്ലും. ഈ ശരീരം വെടിഞ്ഞ് ചെല്ലുമ്പോൾ ചോദിക്കും, നീ എന്തൊക്കെയാ ഭൂമി ചെയ്തത്? ഒരു കുട്ടി നിന്റെ കുട്ടിയാണെങ്കിൽ നീ അത് ഒളിച്ചു വെക്കും. മറ്റൊരു കുട്ടിക്ക് തെറ്റ് വന്നാൽ നീ അതിനെ ഹിംസിക്കും. അപ്പോൾ അത് ദ്വന്ദ്വം, നിൻ്റേതെന്നും എൻ്റേതെന്നുള്ള ചിന്ത, അത് തെറ്റേ. പിന്നെ ഒരു കുട്ടി തെറ്റ് ചെയ്താൽ അതിനെ നീ ആ തെറ്റിനെ മാറ്റി കൊടുക്കാഞ്ഞാലും അതും പാപം. അപ്പം ഭഗവാൻ ചോദിക്കും, എന്തുകൊണ്ട് ആ കുട്ടി തെറ്റ് ചെയ്തിട്ട് നീ അതിനെ പരിഹരിച്ചില്ല? അതിന് വേണ്ട നേർവഴി കാട്ടിക്കൊടുക്കാൻ എന്താ? നിനക്കറിയാമായിരുന്നല്ലോ ചെയ്തു പറഞ്ഞു കൊടുക്കാൻ. ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയെ നമ്മൾ തെറ്റ് കാണിച്ചെന്ന് പറഞ്ഞ് ശരിക്കും മക്കളെ അതങ്ങനെയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടിയും നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. രക്ഷാകർത്താക്കൾ പറയും, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തിനാ മര്യാദ പഠിപ്പിക്കുന്നത് ചോദിക്കുന്നുണ്ട്. എന്നാലും അത് ദേഹാഭിമാനം, ഒരു സന്യാസിക്ക്, ഒരു ഭക്തന് ദേഹാഭിമാനമില്ല. അവരങ്ങനെ പറഞ്ഞാൽ എന്ത് വരണം? വേണ്ട, പിന്നെ അത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ഒരു വട്ടമെങ്കിലും അത് പറഞ്ഞ് കൊടുക്കാതിരുന്നാൽ നമ്മളെ കയ്യിൽ കുറ്റമായി. എവിടെ ചെല്ലുമ്പോഴാ? ഈശ്വരങ്ങൾ, ന്യായാധിപൻ്റെ അടുക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കുറ്റക്കാരാവരുത്. അതുകൊണ്ട് കുഞ്ഞെ മക്കളെ, ഇത് തെറ്റാ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അതിനെ തിരുത്താൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളും പാപി തന്നെയാണ്, അധർമ്മി തന്നെയാണ്. ധർമ്മം എന്ന് നമ്മുടെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയെ, ആ തെറ്റിനെ നമ്മൾ തിരുത്തി കൊടുക്കുക തന്നെ വേണം. അവർ പിന്നെ പറയുന്ന കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, അത് ദേഹാഭിമാനം ഇല്ലാത്തൊരു വ്യക്തിയാണല്ലോ ഈ ജ്ഞാനി, ഒരു ഭക്തൻ. മറ്റുള്ളവർ പറയുന്നത് നമുക്ക് എന്തിനു കേൾക്കണം? നമ്മളെ പ്രവൃത്തി ശരിയോ തെറ്റോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. മറ്റുള്ളവർ നിന്ദിച്ചാലും സ്തുതിച്ചാലും നമുക്ക് ഒന്നുമില്ല. സ്തുതിച്ചെന്നും പറഞ്ഞ് സന്തോഷിക്കുകയും വേണ്ട, അവർ നമ്മളെ നിന്ദിച്ചെന്നും പറഞ്ഞ് നമുക്ക് ദുഃഖിക്കുകയും വേണ്ട. ഒരു സമഭാവനയാണ് ഒരു സന്യാസിക്ക്, ഒരു ഭക്തന് വേണ്ടത്. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. എല്ലാവരുടെയും കാര്യം പറയാം. ഇന്ന് ലോകം മൊത്തവും അഭിമാനമുള്ളവരാ, ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. പക്ഷെ ഒരു അർജുനനെ ഭഗവാൻ എന്താ ചിന്തിക്കാൻ പോകുന്നത്? അർജുനനെ പരമാത്മാവിനെ പോലെ ആക്കിയെടുക്കാനാ ഒരുക്കുന്നത്. നമ്മളെയും അതുപോലെ അത് പഠിക്കാനായി ഈശ്വരൻ നമുക്ക് വേണ്ടിയാണ് അർജുനന് ഉപദേശം കൊടുക്കുന്നത്. നമുക്ക് മൊത്തവും വേണ്ടുന്നവരെടുത്തോണം. എല്ലാവർക്കും ഇത് കിട്ടത്തില്ല.
അപ്പോൾ ഒരു അർജുനനെ ഈ ലോക നന്മയ്ക്കെന്ന് പറഞ്ഞാൽ അർജുനൻ ആരായിത്തീരണം? ഈശ്വരനെ പോലെ ഒരു ഭഗവാനുടെ ഗുരുവായിട്ട് നിന്ന് ഉപദേശം കൊടുക്കുന്നു. അത് അർജുനനായിട്ട് കൊടുത്തെങ്കിൽ നമുക്കും ഉള്ളതാണ്, നമ്മളും അത് പഠിക്കണം. അപ്പോൾ നമുക്കും ഒരു തെറ്റ് ചെയ്യുന്നൊരു കുട്ടിക്ക് നമുക്കറിയാം എന്നുണ്ടെങ്കിൽ മക്കളെ അത് തെറ്റാണ് ചെയ്യുന്നത്, മക്കൾ അങ്ങനെ ചെയ്യരുതേ. അപ്പോൾ ആ കുട്ടി അതിനെ ഓപ്പോസിറ്റായിട്ട് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഒരു വിഷമവും തോന്നിക്കരുത്. ആ കുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ടാണല്ലോ, അവരുടെ അഹം ശരിയാവുന്നില്ല. ഞാനെന്നും നീയെന്നും ആ കുട്ടിക്കത് മാറിയിട്ടില്ല. അവരെല്ലാവരെയും ഒന്നുപോലെ ഉൾക്കൊള്ളാനുള്ള കഴിവായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുമ്പോൾ അവർക്ക് ഒക്കാത്തത്. അയ്യോ നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, എന്നെ എൻ്റെ അമ്മയും അച്ഛനും പഠിപ്പിച്ചോളെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം ആ കുട്ടിക്ക് അജ്ഞാനം ഒരുപാട് കൂടുതലുണ്ട്. പോകെ അത് വളർന്നു വരുമ്പോൾ ചിലപ്പോൾ മാറും, ചിലപ്പോൾ കൂടിയും വരും. എന്നാൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി, ആ കർമ്മം, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആ ഒരു വഴി പറയാതിരുന്നാൽ നമ്മൾ അധർമ്മിയാവും. അപ്പോൾ ഈശ്വരൻ്റെ മുമ്പിൽ നമ്മൾ തെറ്റുകാരാവും. അപ്പോൾ അവിടെ ന്യായാധിപൻ്റെ അടുക്ക കണക്കെഴുതിയിടും. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ ചോദിക്കും, നീ ഇന്ന കുട്ടി ഇന്ന സമയത്ത് ഇന്നത് കാണിച്ചപ്പോൾ നീ അവിടെ ഒന്നും അതിന് വഴി കാട്ടി കൊടുത്തില്ലല്ലോ എന്ന് പറയരുത്. ഈശ്വരൻ നമ്മളോട് ചോദിക്കരുത്. അപ്പോൾ നമുക്ക് ചോദിച്ചാൽ പോലും നമുക്ക് ഉത്തരം പറയാൻ കാണും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് വേണം? നേരായ മാർഗത്തിൽ തന്നെ നടകൊള്ളണം. ആര് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മുടെ ഭാഗത്ത് ശരിയാണോ തെറ്റാണോ, നമ്മുടെ ഭാഗത്ത് ശരി വയ്ക്കണം, അതേ ഉള്ളൂ. മറ്റുള്ളവർ നമ്മളെ നിന്ദിച്ചു എന്നുള്ളത് നമുക്ക് പ്രശ്നമേ ആകരുത്. അങ്ങനൊരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മളും അജ്ഞാനി എന്നാണ് അർത്ഥം. അവരെ പോലെ നമ്മളും ആയി. നമ്മളത് പാടില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കണം. കൊടുത്തിട്ട് പിന്നത്തെ കാര്യം പിന്നല്ലേ, അവരെന്തോ ഒന്ന് പറഞ്ഞോളട്ടെ, അവർക്ക് ഇഷ്ടമല്ലേ, പിന്നെ പറയാൻ പോണ്ട, പിന്നെ അവരെ പാടായി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നിർത്തുകയും ചെയ്യും. വേറൊരു കുട്ടി തെറ്റ് കാണിച്ചാലും നമുക്ക് അവിടെയും പറയണം, അയ്യോ ഇന്നാര് പറഞ്ഞപ്പോൾ നമ്മളെ നിന്ദിച്ചല്ലോ, ഇനി വേണ്ട. പക്ഷെ പാടില്ല. ചിലപ്പം 10 പേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും ഒരു കുട്ടി നന്നാവുന്നത്. അതാണ് ഈശ്വരൻ നോക്കുന്നത്. ഒരു കുട്ടിയെങ്കിലും നന്നാക്കിയെടുക്കാൻ പറ്റുമോ, അത് നമ്മുടെ ഭാഗ്യം. അതാണ് കാണേണ്ടുന്നത്. അപ്പം നമ്മൾ അവിടെയും ധർമ്മം ആചരിച്ചെന്നായി, അല്ലെങ്കിൽ നമ്മൾ ദുഷ്കർമ്മിയായി പോവും, അധർമ്മിയായി പോവും. നമുക്കിതെല്ലാം നേടിച്ചെന്നെങ്കിൽ മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. സ്വർഗവാതിൽ തുറന്നിട്ടേക്കുന്നതാണ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ സ്വർഗദ്വാരം തന്നെയും എപ്രകാരമുള്ള യുദ്ധത്തെ വരിക്കുന്ന ക്ഷത്രിയർക്ക് സുഖികൾ തന്നെയാണ്. കാരണം ധർമ്മയുദ്ധത്തിന് പോരിട്ട് മരണപ്പെട്ടാലും ഭഗവാൻ പറയുന്ന സ്വർഗം കിട്ടും. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. മറ്റുള്ളവരുടെ കാര്യത്തെപ്പറ്റി അവർ നമ്മൾ എന്ത് പറഞ്ഞാലും നിന്ദിച്ചാലും സ്തുതിച്ചാലും നമുക്ക് സമഭാവന, സമദൃഷ്ടി, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് അല്ലയോ അർജുന, എല്ലാവരുടെയും ദേഹത്തിലിരിക്കുന്ന ആത്മാവ് ഒരിക്കലും വധിക്കപ്പെടത്തക്കതല്ല. അതിനാൽ യാതൊരു പ്രാണിയെ പറ്റിയെങ്കിൽ നിനക്ക് വ്യസനിപ്പാൻ അവകാശമില്ല. കാരണം ആരും ആരെയും കൊല്ലുന്നില്ല. ആരെ ഇതെന്താ? പരമാത്മാവ്. ആരെ അപ്പോൾ എന്നിലിരിക്കുന്ന ആരാ, അത് വേറൊരാളെ ആരെ കൊല്ലുന്നു പറ്റത്തില്ല. അർജുനനിലിരിക്കുന്ന അത് ഈശ്വരൻ. മറ്റ് ദുര്യോധനിലിരിക്കുന്ന ആരെ കൊല്ലാൻ പറ്റുമോ? രണ്ടും ഒന്നല്ലേ? അതെല്ലാം ആ ആത്മാവല്ലേ. അതുകൊണ്ട് നീ വ്യസനിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ആയാലും എപ്പോഴായാലും ഈ ജനിച്ച, അതായത് നമ്മുടെ ശരീരം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നശിക്കും. അത് അർജുനൻ്റെ കയ്യാൽ അല്ലെങ്കിൽ വേറൊരു കയ്യാലായാലും പോകേണ്ട സമയത്ത് പോയിരിക്കും. അത് കർമ്മഫലമാണ്. അപ്പം അർജുനനായാലും ഞാനായാലും ദുര്യോധനനായാലും ഇത്ര വയസ്സിനകത്തും ഇത്ര മാസത്തിൽ ഇന്ന ദിവസം ഇന്ന നാഴിക ഇന്ന വിനാഴിക അതിനകത്ത് എനിക്ക് മരണമുണ്ടെന്ന്, ശരീരത്തിന് മരണമുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് അനുഭവിച്ചേ പറ്റൂ. അത് അർജുനൻ്റെ കയ്യാലായാലും അതല്ലെങ്കിൽ വേറൊരാളെ കയ്യാലായാലും അവിടെ സമയം അടുത്തിട്ടുണ്ടെങ്കിൽ അത് പോകും. അതിനെ ഓർത്ത് ചിന്തിക്കേണ്ട, ദുഃഖിക്കേണ്ട കാര്യമില്ല. അവിടെ നിമിത്തമായി എന്ന് കണ്ടാൽ മതി, ഈ അർജുനനായാലും ആരായാലും. അതുകൊണ്ട് നീ വ്യസനിപ്പാൻ അവകാശമില്ല. 31-ാമത്തെ ശ്ലോകം. സ്വധർമ്മ അഭിശാവേക്ഷ്യ ന വികമ്പിതു അർഹസി ധർമ്മ്യാധി യുദ്ധാൽ ശ്രേയോന്യൽ ക്ഷത്രിയസ്യ ന വിദ്യതേ. സ്വധർമ്മ അഭിശാവേക്ഷ്യ ന വികമ്പിതു അർഹസി ധർമ്മ്യാധി യുദ്ധാൽ ശ്രേയോന്യൽ ക്ഷത്രിയസ്യ ന വിദ്യതേ. സ്വധർമ്മത്തെ നോക്കിയിട്ടും 31-ാമത്തെ ശ്ലോകം. സ്വധർമ്മത്തെ നോക്കിയിട്ടും നിനക്ക് ഭയപ്പെടുവാൻ ആവശ്യമില്ല. സ്വധർമ്മം എന്താണ്? സ്വധർമ്മം അയാൾക്കുള്ള ധർമ്മം എന്താണ്? അയാളുടെ കർമ്മമാണ്. എന്താ കർമ്മം? യുദ്ധം. അയാൾക്ക് അല്ലാതെ മറ്റൊരു തൊഴിലല്ല. ക്ഷത്രിയർക്ക് പറഞ്ഞേക്കുന്ന ധർമ്മമാണ്, അവരുടെ കർമ്മം യുദ്ധമാണെന്ന്. അപ്പം പിന്നെ അയാളുടെ തൊഴിലല്ലേ അത്. ഇപ്പം മത്സ്യം പിടിക്കുന്ന ഒരു മുക്കുവൻ്റെ ധർമ്മം എന്താണ്? മത്സ്യത്തെ പിടിക്കുക എന്നുള്ളതാണ്.
അദ്ദേഹം അത് പിടിച്ച് തന്നെ ജീവിച്ചേ പറ്റൂ. അത് അയാൾക്ക് പറഞ്ഞേക്കുന്നതാ, മുക്കുവർക്ക് പറഞ്ഞേക്കുന്നതാ. അതുപോലെ തന്നെയാണ് നമുക്ക് ഓരോരോ തൊഴിലിനും ഓരോരുത്തർ ധർമ്മം. നമുക്ക് ഒരു ബ്രാഹ്മൺസിനാണെങ്കിൽ എന്താണ്, പൂജ കാര്യങ്ങൾ, ഈശ്വര പൂജകൾ, ഇതൊക്കെയാണ് അവരുടെ ധർമ്മം, അവരുടെ കർമ്മം അതാണ്. അത് അവർ ധർമ്മമാർഗത്തിൽ തന്നെ അവർ ചലിക്കണം. യുദ്ധം ചെയ്യുന്ന അർജുനൻ അതിൽ ചലിച്ചു പോകണം, ധർമ്മത്തെ. അപ്പം അതുപോലെ ഓരോ ജോലിക്കും അതിൻ്റെതായ ധർമ്മമുണ്ട്. ആ ധർമ്മം മറികടക്കരുത്. അധർമ്മം അത് പാടില്ല. എല്ലാം നമുക്ക് നേരായ വഴി തന്നെ വേണം. അതുകൊണ്ട് സ്വധർമ്മത്തെ നോക്കിയിട്ടും നിനക്ക് ഭയപ്പെടുവാൻ ആവശ്യമില്ല. എന്തെന്നാൽ ക്ഷത്രിയന് ധർമ്മ്യമായിരിക്കുന്ന യുദ്ധത്തിനേക്കാൾ ശ്രേഷ്ഠമായി വേറൊന്നുമില്ല. കാരണം അവിടെ നമ്മളൊക്കെ ആണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് പറഞ്ഞേക്കുന്ന ജോലിയല്ല നമ്മൾ ചെയ്യുന്ന, എന്തോ അങ്ങ് ചെയ്യുക. ഇപ്പോൾ ആശാരിക്കുന്നതിന് ആശാരിപ്പണിയാണോ, പല പല ജോലികളും ചെയ്ത് ജീവിക്കുന്ന ഒരു കാലമായി. പക്ഷേ ഇത് അന്ന് ഈ ക്ഷത്രിയന് യുദ്ധം തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കർമ്മം യഥാർത്ഥം അത് ആണല്ലോ. പട്ടാളക്കാർക്ക് എന്താണ് യുദ്ധം, വെടിവെപ്പാണല്ലോ. അതുപോലെ അവിടെ യുദ്ധം തന്നെയാണ് അവരുടെ തൊഴിൽ, കർമ്മം. അതുകൊണ്ട് ക്ഷത്രിയന് ധർമ്മമായി ധർമ്മ്യമായിരിക്കുന്ന ഈ യുദ്ധത്തിനേക്കാൾ ശ്രേഷ്ഠമായി വേറൊന്നുമില്ല. അതിന് ശ്രേഷ്ഠതയുണ്ട്. കാരണം അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്ന കർമ്മമാണ് ഈ യുദ്ധം. അതുകൊണ്ട് ഒന്നുകൊണ്ട് നീ ഭയക്കണ്ട, നിന്റെ കർമ്മമാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കിളയക്കാരൻ്റെ ധർമ്മം എന്താണ്, കിളയ്ക്കുക എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ കർമ്മം. അത് എത്രത്തോളം നമ്മൾ ന്യായമായും ധർമ്മത്തോടെയും ചെയ്താൽ അദ്ദേഹത്തിൻ്റെ തൊഴിൽ കാര്യമായി ചെയ്യുകയും അത് ധർമ്മത്തെ നിലനിർത്തിയ അന്യായം പ്രവർത്തിക്കുക ചെയ്താൽ അതിൽ കൂടി ശ്രേഷ്ഠത വേറൊന്നുമില്ല. അങ്ങനെ ഏത് ജോലിയായാലും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ശ്രേഷ്ഠതയേറിയ കർമ്മം അത് വേറൊന്നും നിനക്ക് അതിനപ്പുറമായില്ല. നിന്റെ കർമ്മം തന്നെയാണ് നീ ചെയ്യേണ്ടത്. കാരണം യുദ്ധം തന്നെയാണ് അത് ക്ഷത്രിയന് അതിൻ്റെ ധർമ്മമാണ്. ആ ധർമ്മ്യമായിരിക്കുന്ന ഈ യുദ്ധത്തിനേക്കാൾ ശ്രേഷ്ഠമായി വേറൊന്നുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. 32ാമത്തെ ശ്ലോകം. യദൃച്ഛയാചോപപന്നം സ്വർഗദ്വാര അപാവൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധം ഈദൃശം. അല്ലയോ അർജുന, എതിർച്ചയായി നേരിട്ടതും തുറന്നിരിക്കുന്ന സ്വർഗദ്വാരം തന്നെയുമായ ഇപ്രകാരമുള്ള യുദ്ധത്തെ വരിക്കുന്ന ക്ഷത്രിയർ സുഖികൾ തന്നെയാകുന്നു. എന്താ അത് സുഖികളെന്ന് പറയാൻ കാരണം? എതിർച്ചയായി നേരിട്ടതും. അപ്പോൾ ഈ യുദ്ധം എതിർച്ചയായി വന്നതാണ്. കാരണം ഇത് സംഭവിച്ചപ്പോൾ തന്നെ അദ്ദേഹം നേരിട്ട് എന്നെ തേര് നിർത്ത് കൃഷ്ണ ഞാനൊന്ന് കാണട്ടെ. അപ്പോഴാണ് അറിയുന്നത്, അയ്യോ എല്ലാം സ്വന്തവും ബന്ധവും സഹോദരങ്ങളും ഗുരുക്കന്മാരും പിന്നെ മുത്തച്ഛന്മാരും ഒക്കെ ആണെന്ന്. പെട്ടെന്ന് അദ്ദേഹത്തിന് സ്തംഭിത ഉണ്ടായി, തളർച്ചയുണ്ടായി കണ്ടപ്പോൾ. അതുകൊണ്ട് എതിർച്ചയായി നേരിട്ടതും, നേരത്തെ കൂട്ടിയൊന്നും മനക്കോട്ട ഇട്ടതല്ല, എതിർച്ചയായി വന്നതാണിത്. അതും തുറന്നിരിക്കുന്ന സ്വർഗദ്വാരം തന്നെയുമായ. അപ്പോൾ സ്വർഗദ്വാരം, സ്വർഗത്തിലേക്കുള്ള കവാടം തുറന്നിരിക്കുന്നതുമായ ഇപ്രകാരമുള്ള യുദ്ധത്തെ, അപ്പം ഇങ്ങനെയുള്ളൊരു യുദ്ധം പെട്ടെന്നുണ്ടായ എതിർച്ചയായി വന്നൊരു യുദ്ധമാണ്. എന്നാലോ തുറന്നിരിക്കുന്ന സ്വർഗദ്വാരം, അപ്പം ഏകാദശിയിൽ മരിച്ചാൽ സ്വർഗവാതിൽ തുറന്നിരിക്കുന്നെന്ന് പറഞ്ഞതുപോലെ ഇവിടെ ധർമ്മത്തെ നിലനിർത്തിയുള്ള യുദ്ധമായതുകൊണ്ട് ഈ യുദ്ധം എപ്പോഴും മരണപ്പെടും. ആരെങ്കിലുമൊക്കെ മരിക്കും. ധർമ്മയുദ്ധം ആവുന്ന ഒരു യുദ്ധമാണെങ്കിൽ ഇപ്പോൾ അർജുനന് ധർമ്മത്തെ നിലനിർത്തുന്ന യുദ്ധമാണ്. കാരണം അർജുനന് രാജ്യവും പെണ്ണും പെടക്കോഴിയും മണ്ണും സ്വർണ്ണവും ഒന്നും ആഗ്രഹിച്ചല്ല യുദ്ധം എന്ന് പറയുന്നത്. ഈ ദുർജനങ്ങളോട് ഈ ദുര്യോധനാളുടെ ശത്രുക്കളാണ് അവരെല്ലാം. അവരുടെ അധർമ്മത്തെ മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ധർമ്മമാണ് കാണിക്കുന്നത്. ഈ ധർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ അബദ്ധത്തിൽ മരിച്ചാൽ പോലും സ്വർഗം തുറന്നിരിക്കുകയാണെന്നായിരിക്കും ഭഗവാൻ പറഞ്ഞേക്കുന്നത്. എനിക്കങ്ങനെ ഇത് മനസ്സിലാവുന്നത്. ഞാനത് ഒരു ഗുരുമുഖത്തു നിന്ന് പഠിച്ചിട്ടില്ല, ഞാനതെല്ലാം ഊഹിച്ച് പറയുന്നതാണ്. കാരണം ഇവിടെ തുറന്നിരിക്കുന്ന സ്വർഗദ്വാരം തന്നെയുമായ ഇപ്രകാരമുള്ള യുദ്ധത്തെ, അപ്പോൾ ഈ യാദൃച്ഛികമായി വന്ന യുദ്ധമാണ്. അതുകൊണ്ട് ഭഗവാൻ അറിയാം ചിലപ്പോൾ എന്ത് സംഭവിക്കാം. അതുകൊണ്ട് ഒന്നുകൊണ്ട് നീ ഭയക്കണ്ട. എന്താ കാരണം? സ്വർഗദ്വാരം തുറന്നിരിക്കുന്നു. ഇപ്രകാരമുള്ള യുദ്ധത്തെ വരിക്കുന്ന ക്ഷത്രിയർ, ഈ യുദ്ധം ചെയ്ത് വരിക്കുന്ന ക്ഷത്രിയർ സുഖികൾ തന്നെയാകുന്നു. അഥവാ ഈ അർജുനൻ ശരീരത്തെ ഇവിടെ ത്യജിക്കേണ്ടി വന്നാലും, യുദ്ധത്തിൽ മരിക്കേണ്ടി വന്നാലും നിനക്ക് സ്വർഗം പ്രാപ്തിയുണ്ട്. അഥവാ നീ ഇവിടെ ജയിച്ചാലോ നിനക്ക് രാജ്യവും കിട്ടും. അതുകൊണ്ട് ഒന്നുകൊണ്ടും നീ ഈ യുദ്ധത്തെ മാറ്റി നിർത്തണ്ട, നീ ഭയക്കണ്ട. നിനക്ക് എന്തായാലും ജീവിതം നന്നായി തന്നെ പോകും. ഇവിടെ ആധ്യാത്മികമായി ഈശ്വരൻ നന്നാക്കി ധർമ്മം പാലിച്ച് ഒരു മനുഷ്യർക്ക് എന്താ വേണ്ട? ഭഗവാനോട് എന്തിനാ വന്നത്? അവതരിച്ചത് എന്തിനാ? ഭഗവാൻ അവതരിച്ചത് അധർമ്മം നീക്കിയിട്ട് ധർമ്മം രക്ഷിപ്പാനാ. അതുകൊണ്ട് നമുക്കും ഇതാണ് പാഠം തരുന്നത്. ഈശ്വരൻ ദുഷ്കർമ്മം
ദുഷ്കർമ്മങ്ങളാണ് ശത്രുക്കൾ. ദുര്യോധനാദികൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കളാണ്. കാമവും ക്രോധവും പിടിച്ചുപറിയില്ലോ, ആരെ കൊന്നിട്ട് അവർക്ക് ജീവിക്കണം, രാജ്യം ആരെ കൊന്നാലും അവർക്ക് വേണം, സ്വന്തം സഹോദരങ്ങളെ കൊന്നിട്ടായാലും അവർക്ക് രാജ്യം വേണമുള്ള ശത്രുവാണ്. അപ്പോൾ ആ ശത്രുക്കളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ഇതെല്ലാം നമ്മൾ പരിത്യജിച്ചേ പറ്റൂ. എവിടെ പോകാനാ? ഒരു ധർമാത്മാവായി ജീവിക്കാനും ഈശ്വരങ്കിലേക്ക് ആത്മാവിൽ ലയിക്കാനും സ്വർഗം തുറന്ന് അവിടെ ചെല്ലാനും അതായത് പരമാത്മാവിൽ ലയിക്കുന്നതിനാണ് ഈ ധർമ്മയുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ശത്രുക്കളെന്ന് പറയുന്ന നമ്മൾ തന്നെ ഇരിക്കുന്ന ശത്രുക്കളെ നമ്മൾ ഉപേക്ഷിക്കുക, ഒഴിക്കുക. അതൊരു യുദ്ധം തന്നെയാണ്. ആർക്കും പെട്ടെന്നൊന്നും എടുത്ത് ഉള്ളിൽ നിന്ന് പതിഞ്ഞു പോയ ജന്മവാസനയാണ് ഈ ശത്രുക്കൾ ചിലരുടെ എല്ലാം ഉള്ളിൽ. അതെടുത്ത് കളയാൻ ഭയങ്കര പാടാ. വലിയ വലിയ യുദ്ധം ചെയ്തെങ്കിലേ ഉള്ളിൽ നിന്ന് ഇതൊക്കെ പോകത്തുള്ളൂ. ചിലർക്ക് തോന്നുന്നത് ദുഷ്പ്രയാസത്തിൽ ഇതൊക്കെ പറ്റത്തില്ല. ഒരിക്കലും ചിലരുടെ ഉള്ളിൽ നിന്ന് ഈ അഹങ്കാരവും ഒരിക്കലും പോകാൻ പാടാണ്. അഹങ്കാരികളുടെ ഉള്ളത്തിരിക്കുന്ന അഹങ്കാരം പോകാൻ അത്രത്തോളം ഭഗവാൻ എന്ത് ചെയ്യും? പരീക്ഷണങ്ങൾ കൊടുക്കും. അതിൽ കിടന്ന് പിടഞ്ഞ് ദുരിതങ്ങൾ അനുഭവിച്ച് ഇഷ്ടറ എണ്ണി വരുമ്പോഴാണ് എല്ലാം മറികടന്ന് താഴെ വരും. അതൊരു യുദ്ധമാണ്. അങ്ങ് താഴെ വന്നിട്ട് എല്ലാവരിലും താഴ്മയായി വിനയമായി ഞാനൊന്നും അല്ലാത്തൊരാളായി മാറ്റാൻ ഭഗവാൻ അറിയാം. ഇതെല്ലാം യുദ്ധത്തിൻ്റെ പങ്കുകളാണ്. ഇങ്ങനെയാണ് നമ്മുടെ അഹങ്കാരങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി യുദ്ധം ചെയ്യൂ. നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ പോക്കൂ, അത്യാഗ്രഹങ്ങളെ പോക്കൂ. ഇതെല്ലാം പോയെങ്കിൽ മാത്രമേ യഥാർത്ഥ ധർമാത്മാവായി മാറാനും ആത്മാവിൽ ഭഗവാന്റെ അനുഗ്രഹം ചൊരിഞ്ഞ് നമ്മൾക്ക് കൃപ കിട്ടും ഭഗവാനിൽ നിന്ന്. അങ്ങനെ നമ്മൾ ആനന്ദലഹരി അനുഭവിക്കാനും ഒക്കെ സാധ്യമാകണമെങ്കിൽ ഈ ഭഗവാൻ ഗുരുവായി വന്ന് നമുക്ക് ഈ അർജുനന് കൊടുക്കുന്ന ഉപദേശം നമുക്ക് തരുന്നത്. അതുകൊണ്ട് എന്താ പറയുന്നത്? സ്വർഗദ്വാരം തുറന്നിരിക്കുന്നു. ഇപ്രകാരമുള്ള യുദ്ധത്തെ വരിക്കുന്ന ക്ഷത്രിയർ സുഖികൾ തന്നെയാകുന്നു ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് നിന്നെ ഉള്ളിലിരിക്കുന്ന അല്ലെങ്കിൽ ഈ പുറമേ ഉള്ള ഇവിടെ പുറത്തും അകത്തുമുണ്ട്. നമ്മൾക്കെല്ലാം ചിന്തിക്കണം. നമ്മളൊരു ആധ്യാത്മികമായ ഒരു ധർമാത്മാവായി പോകണം. നമ്മളിരിക്കുന്ന അഹങ്കാരവും ദുഷ്ചിന്തകളും അസൂയയും കുശുമ്പും ഇങ്ങനെയുള്ള ശത്രുക്കളെ മൊത്തവും നിഗ്രഹിക്കുക. മനസ്സിനെ കൂടെ നിഗ്രഹിക്കുക, ദേഹാഭിമാനം നിഗ്രഹിക്കുക. ദേഹാഭിമാനം ഉള്ളവർക്ക് എന്ത് വരും? അയ്യോ, ഞാനൊരു കുട്ടിയെ അതിൻ്റെ തെറ്റ് പറഞ്ഞാൽ ആ കുട്ടി എന്നെ വല്ലതും പറയും, ഞാൻ അഭിമാനം കുറഞ്ഞു പോകുമെന്നുള്ള. അതുകൊണ്ട് ഒരു ജ്ഞാനിക്ക്, ഒരു വിദ്വാനായ ഒരു ഭക്തന് ദേഹാഭിമാനം പാടില്ല. ആരെന്ത് പറഞ്ഞാലും ഒരു മനസ്സിന് ദുഃഖമോ സുഖം നന്ദു പറഞ്ഞ നന്നായി പ്രശംസിച്ചാൽ അതിൽ സുഖവും വേണ്ട, സന്തോഷവും വേണ്ട. നിന്ദിച്ചാലോ അവിടെ ദുഃഖവും വേണ്ട. അങ്ങനെ ദേഹാഭിമാനം വെടിഞ്ഞവരായിരിക്കും ഈശ്വരങ്ങളിലേക്ക് അടുക്കാൻ. അഭിമാനമുള്ള ഒരുത്തർക്കും ഈശ്വരപ്രീതി, ഈശ്വരാനുഗ്രഹം, ഈശ്വരൻ്റെ കൃപ, ഈശ്വരൻ്റെ ആ ഒരു ചൈതന്യം അത് ഉൾക്കൊള്ളാൻ ഒരിക്കലും പറ്റത്തില്ല. എല്ലാ അഭിമാനങ്ങളും പോക്കണം, ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹിക്കണം. അതാണ് ഇവിടെ യുദ്ധം. നമ്മളിരിക്കുന്ന അഹങ്കാരം അത്രമാത്രം കഠിന രീതിയിലും എത്രമാത്രം നാൾ കടന്ന് പ്രയത്നിച്ചാൽ പോലും ഇതുപോലെ അതിന് ആണ് ഈശ്വരൻ ഒരുപാട് ശിക്ഷകളായിട്ട് തോന്നും. നമുക്ക് തോന്നുന്നു ഈശ്വരൻ്റെ ശിക്ഷയാണോ? അല്ല, നമ്മളെ നന്നാക്കാൻ വേണ്ടി നമ്മൾ തന്നെ പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ ജന്മത്തേക്ക് ഇപ്പം ഈ ജന്മം എനിക്ക് നന്നാവാൻ വിധിയുണ്ട്, കഴിഞ്ഞ ജന്മത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നിൽ കഴിഞ്ഞ ജന്മത്തിൻ്റെ വാസനകൾ ഇങ്ങനെ കിടക്കും, ദുഷ്ചിന്തകളൊക്കെ. ഈ ശത്രുക്കളെല്ലാം ഒഴിക്കാൻ വേണ്ടി നമുക്ക് തന്നെ ആർജിച്ച് വെച്ചേക്കുക ചില ദോഷങ്ങൾ. അത് നമുക്ക് എടുത്ത് ഇങ്ങോട്ട് കവട്ടി വരും. അപ്പോൾ അതിൽ കിടന്ന് നമ്മൾ ഇഷാറായി എണ്ണി നമ്മൾ തന്നെ അങ്ങ് നന്നാവും. അങ്ങനെയാണ് പലരും നന്നാവുന്നത്. അല്ലാതെ നന്നാവുന്നത് എങ്ങനെയാ? നല്ല അടി കിട്ടിയേ നമ്മൾ നന്നാവുള്ളൂ. ചിലർക്ക് ജന്മന തന്നെ നന്നാവുന്നവരും ഉണ്ട്. അതാണല്ലോ ഇവിടെ ത്രിഗുണങ്ങൾ വന്നേക്കുന്നത്. ഈ ത്രിഗുണങ്ങളെല്ലാം എടുക്കുമ്പോൾ സാത്വിക ഗുണമുള്ളവർക്ക് പെട്ടെന്ന് നന്നാവാൻ പറ്റും. അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള ഈ യുദ്ധം വരിക്കുന്ന ക്ഷത്രിയർ നമ്മളെല്ലാം ക്ഷത്രിയന്മാരാണെന്ന് കരുതുക. നമുക്കെല്ലാം ആവശ്യമാണിത്. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ഒരു ഭക്തൻ്റെ കാര്യമാണ് പറയുന്നത്. ഭക്തി ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ഈ ദുഷിച്ച ചിന്തകളെല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കത്തോളം കാലം, ആ ഹൃദയം ശുദ്ധമാവാത്തോളം കാലം എങ്ങനെയാണ് ഭഗവാന്റെ കൃപ, ആ ആനന്ദലഹരി നമ്മൾ അനുഭവിക്കുന്നത്? 33-ാമത്തെ ശ്ലോകം. അഥചേത്വം ഇമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തത് സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി. അപ്പോൾ പറയുന്നു, എന്നാൽ ധർമ്മ്യമായ ഈ യുദ്ധത്തെ നീ ചെയ്യുകയില്ലെങ്കിൽ. ഇവിടെ തളർന്നിരിക്കുക ഈ അർജുനൻ. തളർന്നിരിക്കുക വെച്ചാൽ ഇത് കഴിയത്തില്ല.
ഈ അഹങ്കാരം ഈ ഈ ധർമ്മയുദ്ധം ചെയ്ത് ഉള്ളിലിരിക്കുന്ന അല്ലെങ്കിൽ പുറമേയുള്ള ശത്രുക്കളായാലും അകമേയുള്ളതായാലും, ഇവിടെ പുറമേ പറയുന്നതേ ഉള്ളൂ, ഇതെല്ലാം നമ്മിൽ തന്നെ ഇരിക്കുന്ന ആ ശത്രുക്കൾക്കാണ് ഇതെന്ന് വരേണ്ടുന്നത്. അല്ലാത്തതും ഉണ്ട്, ഈ ലോകത്തും ഉണ്ട്. കാരണം ഇത് പുറമേ നമുക്ക് ആലോചിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ ലോകത്ത് ഇതെല്ലാം ഉണ്ട്, നമ്മുടെ ഉള്ളിലും ഉണ്ട്. ഇത് ഉള്ളു വൃത്തിയാക്കുന്നതിന് ഇത് ഉപമ പുറമേ ഉള്ളതുപോലെ പറയുന്നു. അതുകൊണ്ട് എന്നാൽ ധർമ്മ്യമായ ഈ യുദ്ധത്തെ, അതാണ് ഈ യുദ്ധം ധർമ്മമാണ്, അത് നീ ചെയ്യുകയില്ല എങ്കിൽ സ്വർഗപ്രാപ്തി ഉണ്ടാവുകയില്ല എന്ന് തന്നെയല്ല, നിന്റെ ധർമ്മത്തെയും കീർത്തിയെയും ഉപേക്ഷിച്ച് നീ പാപത്തെ പ്രാപിക്കുന്നതുമാകുന്നു. അപ്പോൾ ഇദ്ദേഹം നല്ല ഒരു ധർമാത്മാവാണെന്നും യുദ്ധത്തിലൊക്കെ നല്ല കീർത്തിയൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നീ ഈ ധർമ്മമായ ഈ യുദ്ധം ചെയ്യുകയില്ല എന്ന് നീ കണ്ടാൽ എന്താ, മമത. പലർക്കും ഇതാണ് മമത വിട്ടുപോകാൻ വലിയ പാടാണ്. ബാക്കിയൊക്കെ അഹങ്കാരമൊക്കെ ചിലപ്പോൾ പോകും. എന്നാലും സ്വന്തം മക്കളെന്നും സ്വന്തം ഭാര്യ, സ്വന്തം വീട്, ഇതിന് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് വെറുക്കാൻ വയ്യ, എല്ലാവരെയും ത്യജിച്ചിട്ടല്ലേ നമുക്ക് ആത്മീയത്തിലേക്ക് പോകാൻ പറ്റൂ. അതുവരെ ഈശ്വരനോട് ചേർന്നുള്ള ഭക്തിയും ഒക്കെ നിന്ന് പോകും. പക്ഷേ ഒടുക്കം ആയി വരുമ്പോൾ, ഭക്തി വർദ്ധിച്ച് വരുമ്പോൾ സർവ്വത്തിൽ നിന്നും മനസ്സുകൊണ്ടെല്ലാം ത്യജിക്കണ്ടേ? അല്ലാതെ എങ്ങനെ ഈശ്വരനിലേക്ക് എത്തപ്പെടും? എങ്ങനെ മുക്തനാവാൻ പറ്റും? മുക്ത എന്ന് പറയുന്നത് എല്ലാത്തിൽ നിന്നും മുക്തി നേടുക. എല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ കുഞ്ഞും കുട്ടിയും ഭാര്യയും മക്കളും അവരും എല്ലാം അതിൽ നിന്നെല്ലാം മുക്തനായെങ്കിൽ അതിനാ മുക്തൻ എന്ന് പറയുന്നത്. അല്ലെ പിന്നെ എങ്ങനെ മുക്തൻ എന്ന് പേര് വരും? മനസ്സ് ഭൂമി പ്രപഞ്ചത്തിലും കിടക്കും, എൻ്റേതെന്നുള്ള ചിന്തയും കിടക്കുമ്പോൾ എങ്ങനെ മുക്തനാവാൻ പറ്റും? കൈവല്യം പ്രാപിക്കുന്നത് എങ്ങനെയാ? അതുകൊണ്ട് എന്നാൽ ധർമ്മ്യമായ ഈ യുദ്ധത്തെ നീ ചെയ്യുകയില്ല എങ്കിൽ സ്വർഗപ്രാപ്തി ഉണ്ടാവുകയില്ല. അത് സത്യമായ കാര്യമാണ്. നമ്മൾ അങ്ങനെ ആയില്ല, പിന്നെ എങ്ങനെ കിട്ടും? എന്നു തന്നെയല്ല, നിന്റെ ധർമ്മത്തെയും കീർത്തിയെയും ഉപേക്ഷിച്ച് നീ പാപത്തെ പ്രാപിക്കുന്നതുമാകുന്നു. അപ്പോൾ നമ്മളൊരു ധർമാത്മാവാകത്തില്ല, നമുക്ക് കീർത്തിയും ഒന്നും ഉണ്ടാകത്തില്ല. ഇതൊക്കെ ഉപേക്ഷിച്ച് നീ പാപത്തെ പ്രാപിക്കുന്നതാകുന്നു. എന്താ പാപം? തന്നിലിരിക്കുന്ന അഹങ്കാരം പോകാത്തത്തോളം കാലം പിന്നെ പാപിയല്ലേ. ഈ പാപക്കറകളെല്ലാം അവിടുന്ന് ഒഴുകി പോകണം. അതിന് നമ്മൾ നന്നായി യുദ്ധം ചെയ്യണം. ഇതിന് പോകത്തക്കോളം യുദ്ധം എന്താണ്? നമ്മുടെ മനസ്സിനെ കടിഞ്ഞാടുക, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക. ഇതാണ് നമ്മുടെ യുദ്ധം, നമ്മുടെ ഉള്ളിലെ യുദ്ധം. സർവത്തിൽ നിന്നും മുക്തനാകാൻ പഞ്ചേന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളാകുന്ന അതെല്ലാം നമ്മൾ കടിഞ്ഞാണിട്ട് അതിനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കൊല്ലുക, അത് അവിടെ ഒരു സ്ഥലത്ത് അടക്കിയിടുക, വേണ്ടാത്ത ചിന്തയ്ക്ക് പോകാതിരിക്കുക. അതാണ് നമ്മുടെ ഉള്ളിലെ ഈ യുദ്ധം. മനസ്സിനെ കുതിരയ്ക്ക് കടിഞ്ഞാണിട്ടെങ്കിൽ കുതിര ചാടി പോകാതിരിക്കുക. അതിൻ്റെ ലക്ഷ്യം നമ്മളെ കയ്യിലായിരിക്കുന്നത്. അതെങ്ങോട്ട് പോകണം നമ്മളാ കടിഞ്ഞാണെടുത്ത് പിടിക്കുന്നത് കുതിരയ്ക്ക്. അല്ലെങ്കിൽ കുതിര ചാടി എങ്ങോട്ടെങ്കിലും പോകും. മനസ്സ് എങ്ങോട്ടാണ് ഓടുന്നത് നമുക്കൊരു പിടിയില്ല. അതുകൊണ്ടാണ് കുതിര ഉപമിച്ചേക്കുന്നത് നമ്മളെ മനസ്സിനെ. കുതിര ചാടി പോകുന്നത് എവിടേക്കെങ്കിലും പോകും. നമ്മുടെ കയ്യിലെ കടിഞ്ഞാൺ അതിനെ ഇട്ടേക്കെന്താ, നമ്മളാ നിയന്ത്രിക്കുന്നത്. അതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ കടിഞ്ഞാണിട്ട് നിർത്തേണ്ടതിൽ നിർത്തിയാൽ മാത്രമേ നമുക്ക് ഈ മോക്ഷപ്രാപ്തിക്ക് അർഹതയുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഇരിക്കുമ്പോൾ മനസ്സ് പോകും. എൻ്റെ മോൾ ഇന്നും വിളിച്ചിട്ടുണ്ട്, എന്തായാലും ഇച്ചിരി കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും. ഇങ്ങനെ പല ചിന്തകളായിട്ട് പോകും. എന്തൊക്കെ ഈ ലോകത്ത് ചിന്തയുണ്ടോ അതല്ല. അല്ലെങ്കിൽ ഞാൻ അയ്യോ എനിക്ക് ഇന്നത്തെ സീരിയൽ കാണാൻ ഒത്തില്ല, എന്തൊക്കെയാണ്, അയ്യോ ഇന്ന് കറണ്ട് ഇല്ലാതെ പോയി, എന്നാൽ അപ്പുറത്തെ ആരോടും ചോദിക്കാം, അയ്യോ ഇന്നലെ എന്തായിരുന്നേ ആ സീരിയലിൻ്റെ ബാക്കി കഥയൊന്ന് കേൾക്കും, എനിക്ക് കറണ്ട് ഇല്ലാതെ പോയി. ഇതൊക്കെയാണ് ഇന്നത്തെ ലോകം. എങ്ങനെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റും? മനസ്സങ്ങ് പോവുക. ശരീരം മാത്രമേ ഇവിടെ വീട്ടിലിരിക്കുന്നുള്ളൂ, മനസ്സ് എവിടേക്കോ ഓടുക. അതിനാണ് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക, മനസ്സിനെ കടിഞ്ഞാണിടുക. അതായത് കുതിരയാണ് മനസ്സിനെ ഉദ്ദേശിക്കുന്നത്. കുതിരയ്ക്ക് കടിഞ്ഞാണിടുന്ന പോലെ നമ്മുടെ മനസ്സിനെയും കടിഞ്ഞാണിട്ട് നിർത്തി അവിടെ എന്ന് പറയണം. ധ്യാനിക്കാതിരിക്കുക, മനസ്സിനെ ഓടാൻ അനുവദിക്കരുത്, അവിടെ നിർത്തണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്വർഗപ്രാപ്തിക്ക് ഉണ്ടാവുകയുള്ളൂ. ഇതൊരു യുദ്ധമാണ്. എന്താ, ഇന്ദ്രിയങ്ങളെ ഇതൊക്കെ അടക്കുന്നതൊക്കെ ഒരു യുദ്ധം. അതുപോലെയാണ് ദുര്യോധനാദികളുടെ ഉപമ വെച്ചേക്കുന്നത്. ഇതൊക്കെ തന്നെ കാര്യങ്ങൾ. ഇത് പുറമേ തന്നെയായാലും നമുക്ക് ചിന്തിക്കാം, ഇത് ഭക്തന്മാർക്ക് അകത്തും ചിന്തിക്കാം. നമ്മുടെ ഉള്ളിലെ ഈ ശത്രുക്കളാണ് അവരവരുടെ എല്ലാവരിലും ഉണ്ട്. ഈ ശത്രുക്കൾ അത് പോയേ നമുക്ക് ഗുണം പിടിക്കും. അതിലെല്ലാം ഒഴിച്ചു കളയണം. അത് എന്ത് വേണം? ഈശ്വരാരാധന ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം.
അതിൽ തന്നെ മുഴുകി മുഴുകി വരുമ്പോഴാണ് ഇതെല്ലാം ഒഴുകി ഒഴുകി പോകും. കാരണം തോട്ടിലെ വെള്ളം ഇവിടെയൊക്കെ കെട്ടിക്കിടക്കും, അഴുക്ക് പിടിച്ച് കിടക്കും. നല്ലൊരു മഴ വന്നാൽ ഇതെല്ലാം കഴുകി ശുദ്ധമായി പോകും. കിടക്കുന്ന അഴുക്കളെല്ലാം ഒഴുകി പോകുമ്പം ശുദ്ധജലം പിന്നെ തോട് മൊത്തം നിറയുന്നത് പോലെ നമ്മൾ കെട്ടിക്കിടക്കുന്ന ഈ അഴുക്കുകളെല്ലാം ഒഴുകണമെങ്കിൽ, ഒഴുകി പോകണമെങ്കിൽ നല്ല ജലം, അമൃതധാര, ഭഗവാനിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒഴുകി വരുന്ന ശുദ്ധജലമായിരിക്കുന്ന അമൃതം ഒഴുകി വരുമ്പോൾ ഈ വേണ്ടാത്ത ദുഷിച്ച വെള്ളം, കെട്ടിക്കിടക്കുന്ന ഈ അഴുക്കുകളെല്ലാം ഒഴുകിപ്പോകും. അതിന് നമ്മൾ പ്രയത്നിക്കണം. അതാണ് ഇതിൽ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഭഗവാനെ, എനിക്കും യുദ്ധം വേണം ഈ അഴുക്കിനോട്, ഈ കറകളെ കളയാൻ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന അഹങ്കാരം, ക്രോധം, ഇന്ന് ക്രോധമാണ് വലിയ ശത്രു. ആഗ്രഹങ്ങൾ അങ്ങേയറ്റം മുഴുത്ത് കിട്ടാത്തതിനെ കിട്ടത്തില്ലാത്തതിനെ കിട്ടണമെന്ന് ചിന്തിക്കും. അത് കിട്ടിയില്ലെങ്കിൽ ക്രോധം മൂത്തിട്ടാണ് ഇന്ന് ജനങ്ങളെല്ലാം വെട്ടിക്കൊല്ലാൻ പോകുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എത്രമാത്രം യുദ്ധം ചെയ്തതിനെ കീഴടക്കണം ഈ ശത്രുക്കളെ? വല്ലാത്തൊരു യുദ്ധമാണ്. അത് ചെയ്യാത്തത്തോളം കാലം നമുക്ക് ഗതിയുണ്ടാവില്ല. എന്നും കുമള പൊട്ടുന്ന പോലെ പുനരഭിജനനം, പുനരഭിമരണം, ഇങ്ങനെ ദുഃഖം ചെയ്ത് ഇവിടെ കിടക്കാം, പോകാം, വരാം. ഗതാഗതം, ഒരു വണ്ടി കിഴക്കോട്ട് പോയിട്ട് അത് തിരിച്ച് പടിഞ്ഞാറോട്ട് പോകും, അല്ലെങ്കിൽ രാത്രി പോയിട്ട് പകൽ വരുന്നു, പകൽ പോയിട്ട് വീണ്ടും രാത്രി വരുന്നു. ഇതുപോലെ ജനിച്ചും മരിച്ചും കിടക്കാം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.